ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പോൾ നട്ടപ്പാതിരാത്രി 12 മണിയായിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടായിരിക്കും, നീ എന്താടാ പോയി കിടന്നുറങ്ങാത്ത ഈ 12 മണിക്ക് നീ എന്ത് ചെയ്യുമെന്ന്. ഇല്ല ഗൈസ്, ഞാൻ ഇന്ന് ഉറങ്ങുന്നില്ല. ഇന്നത്തെ ദിവസം മൊത്തം ഞാൻ ഉറങ്ങാതിരുന്ന് ചലഞ്ച് ചെയ്യാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഞാൻ കുറേ നാളായി ചലഞ്ചൊക്കെ ചെയ്തിട്ട്, പണ്ടെപ്പോഴും എന്നും ഒരു ചലഞ്ച് ചെയ്താൽ എനിക്ക് ഓർമ്മ പോലും ഇല്ല. അപ്പോൾ ഇന്നൊരു 24 hours നോ സ്ലീപ്പ് ചലഞ്ചാണ് സുഹൃത്തുക്കളെ. അച്ഛൻ പങ്കെടുക്കുന്നുണ്ടോ? ഞാൻ വലിയ പാടായിരിക്കും. അച്ഛനെ കൊണ്ട് പറ്റത്തില്ല. ഈ ഒരു ചലഞ്ചിനെ പറ്റിയിട്ട് ഒരു അഭിപ്രായം എന്താണ് അച്ഛൻ്റെ? നല്ലതാണ്, നല്ല അഭിപ്രായമാണ്. ഉറങ്ങാതിരിക്കുന്നത് എന്ന് നമ്മൾ കിടന്ന് ഉറങ്ങല്ലേ, അപ്പൊ ഒരു വെറൈറ്റിക്ക് വേണ്ടിട്ട് ഉറങ്ങാതിരുന്നോണ്ട് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടോ? ബെനിഫിറ്റ് പ്രത്യേകിച്ചൊന്നും. അമ്മ നിക്കുന്നുണ്ടോ ചലഞ്ചില്? ഞാൻ നിക്കാം. ഉറക്കം വരുമ്പോ ഉറങ്ങാമല്ലോ. അപ്പൊ തോറ്റ്. എത്ര മണി വരെ? ഇപ്പൊ സമയം തോയി? ഇപ്പൊ സമയം 12 മണി. അമ്മ ഇതുവരെ അങ്ങനെ ചലഞ്ച് ഒന്നും ചെയ്തിട്ടില്ല. അമ്മ എന്തായാലും ഇന്ന് ചലഞ്ചിൽ നിൽക്കുമെന്നാണ് പറയുന്നത്. എത്ര നേരം വരെ നിൽക്കും നമുക്ക് നോക്കാം. പക്ഷെ എന്തെങ്കിലും ഗെയിം ഒക്കെ വേണം, അല്ലെങ്കിൽ നമ്മൾ ഉറക്കാം. നമുക്ക് എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് വേണം. അതിനല്ലേ അതൊക്കെ ഞാൻ സെറ്റ് ചെയ്ത എന്റർടൈൻമെന്റ് ഒക്കെ ഇല്ലേ ചാ? പിന്നൊരു കാര്യം, നാളെ ഞാൻ ഫുഡൊന്നും ഉണ്ടാക്കത്തില്ല. അത് കോളായല്ലോ. എന്തായാലും ചലഞ്ച് ചെയ്ത് നോക്കാം. അമ്മ എത്രത്തോളം ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അമ്മക്ക് ഇരിക്കാം, അല്ലെങ്കിൽ വിട്ടോ, ഡ്രോപ്പ് ചെയ്തോ, അമ്മ കിടന്നുറങ്ങിക്കോ. മറ്റേ ഇല്ല ട്രോൾ ഇടിഞ്ഞു അഭിലാഷേ സത്തിട്ടാണ്ടാ ജയിക്കുന്നവർക്ക് സമ്മാനം വല്ലതും ഉണ്ടോ? സമ്മാനമുണ്ട്, ആകർഷകമായ സമ്മാനങ്ങളുണ്ട്. ക്യാഷ് പ്രൈസ് ഉണ്ടായിരിക്കുന്നതാണ് സുഹൃത്തുക്കളെ. 5000 രൂപ ഗൂഗിൾ പേ. അമ്മ ജയിച്ചു കഴിഞ്ഞാൽ 5000 രൂപ അണ്ണൻ തരും പൈസ. തരുവോ? ഇത് അണ്ണന്റെ വാക്ക്. ഉറങ്ങുന്നില്ല. ബാ, ആ പുതപ്പും ബെഡ്ഷീറ്റ് എടുത്തിട്ട് നമുക്ക് ഇറങ്ങാം. ഈ രാത്രി എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത് അമ്മ? ഉറങ്ങാതിരിക്കാൻ നമുക്ക് പുറത്തു പോവാം, വല്ല കഴിക്കണമെങ്കിൽ പോയി കഴിക്കുന്ന ഒരൊറ്റ കാര്യമുള്ള നിന്റെ അമ്മക്ക് വയറ് ഫുഡ് മേടിച്ചു കൊടുത്താ സുഖമായി കിടന്നുറങ്ങും. ഈ 5000 കിട്ടി കഴിഞ്ഞാൽ അമ്മ എന്ത് ചെയ്യും? ഞാൻ എന്റെ അക്കൗണ്ട് ഇട്ടേക്കും. ആർക്കും കൊടുക്കില്ല പൈസ. അക്കൗണ്ട് ഇട്ടിട്ട് ചെലവിന്, അമ്മയുടെ ചെലവിന് അമ്മക്ക് എന്താണ് ചെലവ്? എനിക്ക് എന്തായാലും ചിലപ്പോൾ കടയിൽ പോകുമ്പോൾ എന്തെങ്കിലും സാധനം പഠിക്കുമ്പോൾ അതിന്റെ കുറച്ച് ബാക്കിയുണ്ടെങ്കിൽ അങ്ങോട്ട് കൊടുക്കും. കുറച്ച് ബാക്കി ഉണ്ടെങ്കിൽ അപ്പൊ ഇതിന്റെ ബാക്കി പൈസ ആരാണ് തരുന്നത്? എന്നാലും സ്വന്തം കയ്യിരിക്കുന്ന പൈസ ഇറക്കില്ല. ഗൂഗിൾ പേ പൈസ ഉണ്ടെങ്കിലും എടുക്കില്ല. അച്ഛൻ്റെ നിന്നൊക്കെ മേടിച്ചോണ്ട് പോയിട്ട് തികഞ്ഞില്ലെങ്കിൽ ഇതിൽ ഇച്ചിരി അടിച്ചു കൊടുക്കും. ഗൂഗിൾ പേ അടിച്ചു കൊടുക്കും. അത്രേ പറ്റൂ. അച്ഛൻ്റെ മേടിക്കും. ഇനി എങ്ങോട്ട് പോണ? അമ്മക്ക് എങ്ങോട്ട് പോണെന്ന് പറ. അമ്മക്ക് എങ്ങോട്ടെങ്കിലും പോവാം, അങ്ങനൊന്നുമില്ല. പറ. എവിടെ? തിരുവനന്തപുരത്തോട്ട് പോകി. ട്രിവാൻഡ്രം. നിനക്ക് ഏറ്റവും ഇഷ്ടം അങ്ങോട്ടില്ലേ? അതാണ് എളുപ്പം. ട്രിവാൻഡ്രം പോയിട്ട് പുട്ടും ബീഫൊക്കെ ഉണ്ട്, അത് കഴിച്ചിട്ട് വരാം. എന്നിട്ട് കിടന്ന് ഉറങ്ങണേ. ഉറങ്ങത്തില്ല. ചലഞ്ച് എടുത്ത ചലഞ്ചാ നമുക്ക്. അമ്മ ഡ്രസ്സ് മാറിട്ടോ? ഞാൻ അറിഞ്ഞില്ലല്ലോ ഇപ്പൊ ഉടനെ ഈ ചലഞ്ചും കൊണ്ട് വരുന്നു. അതെ, നമ്മൾ ഈ ഒരു ചലഞ്ച് ഇപ്പൊ പ്ലാൻ ചെയ്ത് ഇപ്പൊ തന്നെ അങ്ങ് എടുക്കുന്ന ഒരു വീഡിയോ ആണ് സുഹൃത്തുക്കളെ. അതുകൊണ്ട് പ്രത്യേകിച്ച് പ്ലാനിങ്ങോ സംഭവമൊന്നുമില്ല. പോട്ടരാം. അല്ല, ഇത് ഞാൻ അതല്ലാതെ പിടിച്ചത്. ഇതിലെന്തിനാ പിടിക്കണ മൈക്ക്? അമ്മ പോട്ടെ. അമ്മയും വരുന്നുണ്ടല്ലേ? ശരി, ഇത് കുത്തിക്കോ മൈക്ക്. പോവാം ഗൈസ്, ലെറ്റ്സ് ഗോ. ഹേ ഗായ്സ്, അപ്പോൾ നമ്മൾ നേരെ കഴക്കൂട്ടം വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മൾ എന്തൊക്കെ പറഞ്ഞമ്മ കഴിക്കാൻ? ഒരു പുട്ടും ബീഫ് കറി. ലൈറ്റായിട്ട് ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു കുറ്റി പുട്ടും ഒരു ബീഫ് റോസ്റ്റും 2 പൊറോട്ടയൊക്കെ. ഇതെല്ലാം കഴിച്ചിട്ട് കയറി ഉറങ്ങണേ. 5000 ലാഭമായി എനിക്ക്. എന്റെ മുഖത്ത് ഉറക്കം വരുന്നുണ്ടോ? ഇല്ലല്ലോ. ഇല്ലില്ല. പക്ഷെ എന്താണെന്ന് അറിയില്ല, എനിക്കിപ്പോൾ ഉറക്കം വരുന്നുണ്ട്. സാധാരണയായിട്ട് ഞാൻ 2 മണി 3 മണി വരെയൊക്കെ ഉറക്കം ഒഴിഞ്ഞ് ഞാൻ ഇവിടെ കുത്തിയിരിക്കുന്നത്, സിനിമയൊക്കെ കണ്ട് ഞാൻ ഇരിക്കും. പക്ഷെ ഇന്ന് എനിക്കങ്ങ് ഉറക്കം വരാ. അല്ല, ഉറങ്ങുവാണെങ്കിൽ പറയണം, ഞാൻ ഉറങ്ങി ഞാൻ പറയൂലോ നിർത്തിയെന്ന്. അമ്മയുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്ര രൂപ ഉണ്ട്? ഞാൻ ബാലൻസ് നോക്കട്ടെ. എന്റെ ഒരു 10,000 രൂപ ഞാൻ നോക്കാറില്ല, നോക്കുമ്പോ ടെൻഷനാ. അതാ തീർന്നു നോക്കും. ഈ ഫോൺ ഇപ്പൊ ഓഫ് ആവും. 2% കുത്തിയിടത്തില്ലേ? ചാർജില്ലേ? അതിന്റെ പാസ്വേഡ് ഒക്കെ അറിയാല്ലേ? അതിൽ പി ആയിരിക്കുമല്ലോ. അമ്മ ഫുള്ള് പാറ്റേൺ ലോക്ക്. അതെല്ലാം ഗൂഗിൾ പേയിലും പാറ്റേൺ ലോക്ക്. എത്രയായിരുന്നു നമ്പർ? എത്രയായിരുന്നു? ആരും പറയണ്ട, അടിച്ചാൽ നിനക്കറിയാല്ലേ. ബാക്കി നേടി. ഓക്കെ ഗൈസ്, നമ്മുടെ പുട്ടെത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് പൊറോട്ടയും അമ്മ പറഞ്ഞത് പുട്ടും. 2 കട്ട. മധുരം കുറച്ചേ. അമ്മയ്ക്ക് ഷുഗർ. സാധാ കട്ട. വേറെ എന്തൊരു കട്ടനുണ്ട്? മസാല കട്ടനാണോ? സുലൈമാനി. 2 സുലൈമാനി. മധുരം കുറച്ച്. അമ്മയ്ക്ക് ഷുഗർ. അപ്പൊ നീ മധുരം കുടിക്കുന്നേ. പിന്നെ അമ്മയ്ക്ക് കമ്പനി ഉണ്ടായി. 2229 രൂപ ഉണ്ട് കേട്ടോ. റിച്ച്.
അപ്പൊ ഇതിന്റെ പൈസ അമ്മ കൊടുത്തു. ഒപ്പടി പൈസ ഉണ്ടല്ലോ, കൊടുത്താൽ മതിയേ. ബീഫ് അങ്ങോട്ട് എൻ്റെ മണ്ടയിലോട്ട് ഒഴിക്കാം. അമ്മയ്ക്ക് പുട്ടും ബീഫും വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. പക്ഷെ നല്ല മയമുള്ള പുട്ട് കേട്ടോ. ഇത് കഴിച്ചു നോക്കിയാൽ നല്ല മയമുണ്ട്. കൊള്ളാവോ? അടിപൊളി. കഴിച്ചു നോക്കിയാൽ കൊള്ളാം. സോഫ്റ്റ് ബീഫും അടിപൊളി കേട്ടോ. കഴിച്ചിട്ട് വരാം കഴിച്ചു. ഇനി അങ്ങോട്ട് പോവാ, നമുക്ക് ഗ്രീൻഫീൽഡ് പോവാം. ഗ്രീൻഫീൽഡോട്ട് പോയിരിക്കാം കഴിച്ച് കുറച്ചു നേരം. അമ്മയായിട്ട് കുറെ നാളായി രാത്രിയൊക്കെ പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഇല്ലേമ്മ? പിന്നെ അമ്മ നൈറ്റ് ഡ്രൈവ് ഒക്കെ വന്നിട്ട് കുറച്ചായി. ഇല്ലല്ലോ, നമ്മൾ ന്യൂ ഇയറിന് വന്നായിരുന്നല്ലോ. ന്യൂ ഇയറിന് എന്തൊക്കെയാ പറയുന്നത്? അല്ല, ന്യൂ ഇയറിന് വന്നിട്ട് എവിടെ ഇറങ്ങി നമ്മള്? ആ വണ്ടി തന്നെ ആയിരുന്നല്ലോ. വണ്ടി തന്നെ അത് നൈറ്റ് ഡ്രൈവ് അല്ലേ? വന്ന് അവിടെ വന്ന് നെയ്ച്ചോറും തിന്ന് കോഴി നെയ്ച്ചോറിന്നില്ല, മറ്റേ റൈസ്. അമ്മ ഞാൻ പറ്റിച്ചാ നെയ്ച്ചോറാന്ന് പറഞ്ഞിട്ട്. അത് മറ്റേ ചിക്കനും കോഴി പൊരിച്ചതും ചോറുമായിരുന്നു. അമ്മയ്ക്ക് ഞാൻ നെയ്ച്ചോറ് ഞാൻ മേടിച്ചു തരാം. അമ്മയും കൊണ്ട് ഒരു വട്ടം. ഇന്നിനി വേണ്ട. അയ്യോ, അതിന് ഇന്നിനി ഇല്ല. ഇതൊക്കെ എങ്ങോട്ട് പോകുന്നത്? ഇതെന്താ അരിച്ചാക്ക വയറ്റിനകത്ത് നടക്കുന്ന? അമ്മയ്ക്ക് കടയിൽ നിന്ന് മേടിക്കുന്നതാണോ അമ്മയ്ക്ക് ഉണ്ടാക്കി കഴിക്കുന്നതാണോ കൂടുതൽ? രണ്ടും ഇഷ്ടം. അങ്ങനെയൊന്നുമില്ല, കടയിൽ നിന്ന് മേടിക്കുന്നത് ഇല്ല. നമ്മള് അമ്മയുടെ ഹെൽത്ത് എനിക്ക് ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് ഇനി മുതൽ നമ്മൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നില്ല. അമ്മ എല്ലാം ഉണ്ടാക്കി കഴിക്കണം. എന്നിട്ട് വൈകുന്നേരം ആകുമ്പോ നീ തന്നെ പറയും ദോശ തിന്നാൻ പോവാന്ന്. അത് വേറെ കാര്യം. വൈകുന്നേരം ആകുമ്പോ എനിക്ക് തട്ടുകടയിൽ പോണം. പോവാം. ഇവിടെ എന്തര മഴയൊക്കെ പെയ്തെന്ന് തോന്നുന്നു. മഴയൊക്കെ പെയ്തൊരു തണുപ്പൊക്കെ ഉറക്കവും വരും, വയറും. നമുക്ക് ഇവിടെ ഇരിക്കാം. അമ്മേ എവിടെ വെള്ളോടാ? ഇല്ലമ്മ, അവിടെ പൂ നിക്കുന്നു. പൂവാ? തെറ്റിപ്പൂവാന്ന് തോന്നേട്ടാ. അതൊന്നും പറിക്കില്ല, അതുകൊണ്ട് ക്യാമറയൊക്കെ ഉള്ളതാ. പെറ്റി വരൂ. മറ്റതേ നേരത്തെ നമ്മളിവിടെ ഇവിടൊക്കെ ആൾക്കാർ കാണുമായിരുന്നല്ലേ, ഇന്നിപ്പോ ആരുമില്ല. സമയം എത്രയായി? സമയം 1:38 ആയിട്ടുണ്ട് കേട്ടോ. അമ്മ ഒരു പാട്ടോടെ. ഞാൻ പണ്ട് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അമ്മ എനിക്കൊരു താരാട്ട് പാട്ട് പാടിത്തരണത്. ഒരു നല്ലൊരു താരാട്ട് പാട്ട് പോലും കേൾക്കാൻ വേണ്ടിട്ട് ഒരു ഭാഗ്യമില്ലാത്തൊരു കുട്ടിയായിരുന്നു ഞാൻ. അമ്മ അതുകൊണ്ട് ഒരു പാട്ട് ഇപ്പൊ ഞാൻ സഹിച്ച് ഞാൻ കേട്ടിരിക്കും. പറ ഒരു പാട്ട് അമ്മയ്ക്ക് അറിയാവുന്ന ഒരു പാട്ട്. എനിക്ക് പാട്ടറിയത്തില്ല. എനിക്ക് പാട്ടറിയത്. അപ്പൊ കൊച്ചിലേക്ക് ഞാൻ കരയുമ്പോ അമ്മ അതന്നേരം ആരീരം രാരീരം ഒക്കെ പാടിത്തരുമായിരുന്നു. ആരാരോ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അമ്മ ഇങ്ങനെ ഈ പാട്ട് പാടുമ്പോ ഈ വിടവിന്ന് തുപ്പൽ വന്ന് തെറിച്ചെന്റെ കണ്ണി വീണിട്ട് ഞാൻ കരയുന്നത്. അതിനൊരു കാര്യമുണ്ട്. ഞാൻ പാട്ട് പാടുന്ന എങ്ങനെ, നീ കരച്ചിലല്ലായിരുന്നു. കരച്ചിലല്ലായിരുന്നു. ഞാൻ കൊച്ചിലെ ഭയങ്കര പിന്നെ ബ്രോ സ്റ്റാൻഡ് അങ്ങനെ ബ്രേക്ക് പിടിക്കല്ലേ? അതിപ്പോ മൂക്കും കുത്തി ഇടിച്ചു വിടല്ലേ? അതെ, സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്ക് ഒറ്റപ്പിടി. എന്നെ ഇപ്പൊ നമ്മൾ ആക്രമിക്കാൻ ഒരാള് വന്ന് നീ എന്തിനു ചെയ്യും? ഞാൻ ഓടി രക്ഷപ്പെടും. എനിക്കറിയാം. അങ്ങനെ ഒരാള് അമ്മയെ ആക്രമിക്കാൻ വന്ന ഈ മകൻ അടങ്ങിയിരിക്കുന്നു അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? ഞാൻ അപ്പഴേ ഇറങ്ങില്ലേ? ഞാൻ അപ്പഴേ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അപ്പഴേ പോകും. പിന്നെ അമ്മയായി അവരായി. പിന്നെ സിംഗപ്പെണ്ണുകൾ അങ്ങനെ ഫൈറ്റ് ചെയ്യണം. ഫൈറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല, ഒളിക്കാം. അമ്മ ഒരു പട്ടി കടിക്കാൻ വന്ന എന്ത് ചെയ്യാം? ഞാൻ ഓടും. പിന്നെ വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഈ ഓടി വരുന്ന പട്ടി ചെയ്തോളൂ. അല്ല അതല്ലമ്മ, പട്ടി ചെയ്തോളൂ, അത് വേറെ കാര്യം. ഇങ്ങനെ പട്ടി ഇങ്ങനെ അത്രയും ദേഷ്യപ്പെട്ട് ഇങ്ങനെ ഓടി വരും. പട്ടി നമുക്ക് ഓടി തൊപ്പിക്കാൻ ചിലപ്പോൾ പറ്റത്തില്ല. നമ്മളതിനെ പട്ടിയുടെ കണ്ണി നോക്കണം. കണ്ണേ നോക്കിയിട്ട് ഒരു പാസം ഇറങ്ങണം. ഈ ഒരു രീതിയിൽ പാസ് ഇറക്കണം. അപ്പൊ പട്ടിക്ക് വിഷം വരും. പട്ടി ഇപ്പൊ അയ്യോ പാവ ഒരു മനുഷ്യൻ ഇതിനെ കടിച്ചാൽ ശരിയാവും. പട്ടിക്ക് വിഷമം വരും. പിന്നെ പട്ടി കരയൂലേ? പക്ഷെ അമ്മ അങ്ങനെ പട്ടിയൊന്നും അധികം വളർത്തിയിട്ടില്ലല്ലോ. പിന്നെ നമ്മളവിടെ കുട്ടു ഉണ്ടായിരുന്നു. അത് ഡെഡായില്ലേ? ഈ കുട്ടു പാവ എങ്ങനെ ഡെഡായെന്നറിയോ? ഒരു ദിവസം ഞങ്ങൾ പിസ ഉണ്ടാക്കി വീട്ടില്. അങ്ങനെ പിസ തോനെ വന്നപ്പോഴത്തേന് കുട്ടുവിന് കൊടുത്ത്. കുട്ടുവിന്റെ ലാസ്റ്റ് പിസ ആയിരുന്നത്. അപ്പം പിന്നെ ഒന്നും തിന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ അന്നത്തോടെ ഞാൻ നിർത്തി. പ്രത്യേക തരത്തിലുള്ള ഫുഡ് മേക്കിംഗ് പരിപാടി ഞാൻ നിർത്തി. പുതിയൊരു പട്ടി മേടിക്കാം നമുക്ക്, എന്നിട്ട് ബർഗർ ഉണ്ടാക്കാം. ഞാൻ എന്തായാലും ഒരെണ്ണത്തിന് മേടിക്കണം. ഇവിടെ അതിന്റെ ഇടയിൽ ഒരു കൂത്തിക്കുട്ടി എവിടെയെങ്കിലും കാണും. ഞാൻ നോക്കട്ടെ. എവിടെ എവിടുന്നെങ്കിലും ഇറങ്ങി വരും കേട്ടോ. പത്തിക്കാരൻ ഇറങ്ങി വരും. ഇവിടുത്തെ കഴുത്ത ഇട്ടോ. ഇനി നമുക്ക് എവിടെ പോകണം? നമുക്ക് ബീച്ചിൽ പോയാലോ? എവിടുത്തെ ബീച്ച്? ശംഖുമുഖത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ബീച്ചിൽ പോവാം. അങ്ങോട്ട് പോവാം. അന്ന് ശംഖുമുഖത്ത് പോയിട്ട് ഇറങ്ങാൻ പറ്റിയില്ല. ഇന്ന് പോയി ഇറങ്ങാം. ഇന്നിപ്പോ ആരും കാണത്തില്ല, ന്യൂ ഇയർ അല്ലല്ലോ. ശംഖുമുഖം പോവാം, ഐസ്ക്രീം ഒക്കെ കാണും. ഉറക്കം വരുന്നമ്മ. എന്റെ കണ്ണ് കണ്ടിട്ട് ഉറക്കം വരുന്ന തോന്നുന്നുണ്ട് എനിക്ക്. തോന്നുന്നു ഇച്ചിരി ഒന്ന് ഉറക്കം വരുന്നു. ഒരു കട്ടൻ കുടിച്ച് കടകളും കാര്യങ്ങളും ഞാൻ വിചാരിച്ചു ഇവിടെ ഐസ്ക്രീം ഒക്കെ കാണും. അത് പ്രതീക്ഷിച്ച് ഇങ്ങോട്ട് വന്ന്
കുറെ വള്ളം കേട്ടോ എല്ലാരും കപ്പിളായിട്ടൊക്കെ കിടക്കുന്നു. എൻ്റെ കൂടെ നോക്കിയാണ് തള്ള സമ്മതിക്കൂല. പക്ഷേ ഒരു രാവിലെ ആയ ഒരു ക്ലൈമറ്റ് ഇല്ലേ നോക്കിയ സമയം ഏതാണ്ട് 3 മണി അടുപ്പിച്ചാവാറായിട്ടുണ്ട്. ശരിക്കും ഇപ്പം നല്ല രീതിക്ക് ഉറക്കം വരുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇപ്പോഴെല്ലാം ഉറക്കം വരുന്നേ, ഇനി ഒരു 5 മണിയാകുമ്പോൾ നല്ല ഉറക്കം വരും. നമുക്ക് നീന്താ അറിയാവോ? എന്റെ പൊന്നെ എനിക്കറിയത്തില്ല, ഞാൻ അവിടെ കിടന്ന് ചാവത്തേ ഉള്ളൂ. ഇച്ചിരി ഒരു കുഴിക്കകത്ത് വീടാ അതിൽ കിടന്ന് വെള്ളം കുടിക്കും ഞാൻ. ഓട്ട മത്സരത്തിനൊക്കെ പണ്ട് ഞാൻ ചേർന്നിട്ടുണ്ട്. ഓട്ട മത്സരത്തിനൊക്കെ ചേർന്നിട്ടുണ്ട്. ആദ്യം 200 മീറ്റർ ഓട്ടം, പിന്നെ പ്രൈസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഓടുമായിരുന്നേ, എന്നെ ഓടി തോപ്പിക്കാൻ പറ്റുന്നില്ലായിരുന്നു, ഓടുമായിരുന്നു. അമ്മ ഏത് ഉപജില്ല ജില്ല അങ്ങനെയൊക്കെ മത്സരിച്ചിട്ടുണ്ടോ? ഉപജില്ല ജില്ലയൊന്നും പോയിട്ടില്ല. സ്കൂളിലുള്ള സ്കൂൾ വിട്ടിട്ട് വീട്ടിലോട്ട് കൊടുത്ത ഓട്ടമായിരുന്നോ? അത് ഉദ്ദേശിച്ചാണോ? കലോത്സവത്തിന് നമ്മുടെ അമ്മക്കുള്ള കലോത്സവത്തിന് അതിന് ഓട്ട മത്സരം അല്ലല്ല, അമ്മക്കുള്ള സ്കൂളിൽ സ്പോർട്സ് മത്സരം ഉണ്ടായിരുന്നു. അതിന് ചേർന്നിട്ടുണ്ട്. 100 മീറ്റർ ഓട്ട മത്സരത്തിന് അത് ജയിച്ചിട്ട് പിന്നെ അടുത്ത 200 മീറ്റർ ഓട്ടം, പിന്നെ 400 മീറ്റർ ഓട്ടം. എനിക്ക് ഒറ്റ ദിവസമാണ് ഈ ഓടി ഒരു ദിവസം കൊണ്ട് 100, 200, 400. ആദ്യം മത്സരം ഈ കഥ എനിക്ക് വിശ്വസിക്കാനല്ല. ഒരു ദിവസം തന്നെ ആദ്യം മത്സരിച്ചവര് തോറ്റവരെ മാറ്റും, പിന്നെ ജയിച്ചവരെ അടുത്ത മത്സരം. മറ്റേ ഈ ഇതിന്റെ കാര്യോട് പറയുന്നത് എന്തിനാണെന്നറിയാമോ? ഓണപരിപാടിക്ക് ഓടുമല്ലേ, മറ്റേ സ്പൂണിലെ നാരങ്ങയൊക്കെ വെച്ചിട്ട് അതിന്റെ കാര്യം ഒന്നും പറയണേ. അതല്ല, ഞാൻ ഓടുമായിരുന്നു. ഞാൻ ഓടുമായിരുന്നൊക്കെ. അമ്മ നേട്ടമ്മ നായിക്കുട്ടി, നമുക്ക് ഇനി പിടിച്ച് വളർത്തിയാലോ? വീട്ടിൽ കൊണ്ടുപോവാ. ചാക്കട്. പക്ഷെ അന്ന് നമ്മള് ബീച്ചിൽ അത് പോയല്ലത് എന്തൊരനുസരണം. പാല് എന്തെങ്കിലും മത്സരിച്ച് ജയിച്ചിട്ടില്ല? സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഓട്ടോ മത്സരത്തിന്. എവിടെ? അതൊന്നുമില്ല. ഉണ്ടായിപ്പോ കഥ ഓട്ടം മൊത്തം. ഇതുപോലെ കുഞ്ഞിലെ എന്നെ ഇതുപോലെ കള്ളക്കഥകൾ പറഞ്ഞ് അമ്മ എന്നെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. ശരി. അമ്മ ഓട്ട മത്സരത്തിലൊക്കെ ചേർന്ന് ഫസ്റ്റ് പ്രൈസ് ഒക്കെ അടിച്ചിട്ടുണ്ട്. അത് വളരെ, എൻ്റെ അമ്മ ഒരു അത്ലറ്റിക്കാണ്, കണ്ടില്ലേ? ബിന്ദു അത്ലറ്റിക്. ട്യൂഷനൊക്കെ പോയിരുന്നു അമ്മ. പഠിത്തത്തിൽ എങ്ങനെയായിരുന്നു മൊത്തത്തിൽ അമ്മ? പരാജയമായിരുന്നു. നമ്മളൊക്കെ അതന്നെ പഠിത്തത്തിന്റെ കാര്യത്തിൽ ഞാനും അമ്മയും എല്ലാരും ഒറ്റക്കെട്ടാണ്, എല്ലാരും കിടക്കാം. അതുകൊണ്ട് അമ്മ എന്നെ പഠിക്കുന്നതിന് കുറ്റം പറയില്ല. കാരണം എന്താ? അമ്മ പഠിക്കട്ടെ. അച്ഛനും അധികം കുറ്റം പറഞ്ഞിട്ടില്ല. കാരണം എന്താ? അച്ഛൻ പഠിക്കട്ടെ, എല്ലാരും കിടക്കാം. പിന്നെ അല്ലേ വളർന്നപ്പോഴല്ലേ മനസ്സിലായത് നമ്മളെ കാട്ടി മട്ടന. അച്ഛൻ പഠിക്കുമായിരുന്നു 10ാം ക്ലാസ്. അന്നൊക്കെ ആദ്യം പാസ്സാവാൻ ഭയങ്കര പാടായിരുന്നു. കോപ്പി അടി അമ്മക്ക് അറിഞ്ഞൂടെ ഇതൊക്കെ? ഇനി അമ്മക്ക് അങ്ങനെ കോപ്പി അടിക്കണ്ട എന്ന് വെച്ചാൽ അന്നേരം ചോദിക്കും ഉത്തരം അറിഞ്ഞിട്ടോ ചോദ്യം അറിഞ്ഞിട്ടോ. ചോദ്യം എന്തിനും അറിഞ്ഞിട്ട് വേണ്ടേ തുണ്ടെടുത്ത്. ഒള്ളി സപ്ലൈ ഒള്ളി. നീ ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചു, ചുമ്മാതെ ഈ കടപ്പുറത്ത് വന്നിരുന്ന് തള്ളുക. നിന്റെ ഉറക്കം പോയില്ലേ? ഉറക്കം പോയി. സംസാരിച്ചിരിക്കുമ്പോ നമുക്ക് ഉറക്കം വരത്തില്ല. നമ്മൾ തിരിച്ച് നേരെ വീട്ടിലേക്ക് പോവുകയാണ് സുഹൃത്തുക്കളെ. വീട്ടിൽ പോവില്ലേ അമ്മ? ബ്ലൂം അടിച്ചോ? സമയം 4 മണി അടുപ്പിച്ചായിട്ടുണ്ട് കേട്ടോ. നല്ല ഉറക്കം വരുന്നുണ്ട്. അമ്മ വേണ്ട ഉറങ്ങി തൂങ്ങി ഇവിടെ ഇരിക്കുക. അച്ഛൻ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. അച്ഛൻ നല്ല ഉറക്കമായെന്ന് തോന്നുന്നു കേട്ടോ. ബിന്ദു ഉറങ്ങൂല, എനിക്കറിയാം. ഇവിടെ ഇരുന്ന് ഇനി കഥയൊക്കെ പറഞ്ഞുതരാനേ. ഉള്ള കഥയൊക്കെ കേട്ടിയാൽ മടുത്ത്. അച്ഛൻ കഥവിനൊന്നും കൊട്ടിയിട്ടൊന്നും എണീക്കുന്നില്ല കേട്ടോ. അച്ചോയ് എണീറ്റമ്മ. നമ്മൾ വന്ന് ഞങ്ങളെത്തി, കുറച്ചു നേരമായി. ഗുഡ് മോർണിംഗ്. ഉറക്കമായിരുന്നു. ഓക്കെ ഗൈസ്, ഇനിയിപ്പം ഓരോ മണിക്കൂർ കഴിയുമ്പോഴത്തേന് വരാം കേട്ടോ. ഹേ ഗൈസ്, സമയം ഏതാണ്ട് 5 മണിയായിരിക്കുകയാണ് സുഹൃത്തുക്കളെ. സ്റ്റിൽ ഉറങ്ങിയിട്ടില്ല. അമ്മ ഇതുവരെ ഉറങ്ങിയിട്ടില്ല. അമ്മ ഉറങ്ങിയിട്ടൊന്നുമില്ല. അമ്മ എൻ്റെ പുറകെ ഇങ്ങനെ തന്നെ നടക്കുവാണ്. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് കേട്ടോ. ഇല്ല, നമ്മുടെ കണ്ണു നോക്കട്ടെ. ഇനിയിപ്പോ കട്ടൻ കുടിക്കാം ഗൈസ്. കട്ടൻ കുടിക്കുമ്പോഴത്തേന് ആ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ അങ്ങ് മാറും. പിന്നെ ഒരു 6 മണിയാകുമ്പോൾ വരാം, 6-7 മണിയാകുമ്പോൾ വരാം ഗൈസ്. ഓക്കെ. ഉറങ്ങിയിട്ടില്ല, ഞങ്ങൾ ഇതുവരെ ഉറങ്ങിയിട്ടില്ല സുഹൃത്തുക്കളെ. സമയം ഇപ്പോൾ 6:10 ആയിട്ടുണ്ട്. അമ്പലത്തിൽ ഇവിടെ റെക്കോർഡൊക്കെ ഇട്ട് കേട്ടോ. അമ്മ വേണ്ടേ ഉലാത്തുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉറക്കം വന്നിട്ട്. അയ്യോ, പത്രം മേടിച്ചു പോയി. പത്രം എത്തി ഗൈസ്. ഓ, എൻ്റെ വീട്ടിൽ പത്രമൊക്കെ വരുമല്ലേ?
ഞായറാഴ്ച ദിവസം നാളിന്റെ ഇതൊക്കെ ഉണ്ട്. അമ്മ നാളൊക്കെ നോക്കുവോ? എന്റെ നാളെ ഏതാ? നാളെ പൂരാടം. പൂരാടം എവിടെ കിടക്കുന്നു? അയ്യോ എന്റെ ഈ ലിസ്റ്റിലേ ഇല്ല. ഉണ്ടാ? പൂരാടം നാളിലെ ബലമാണ് നമ്മൾ അടുത്തതായി പറയാൻ പോകുന്നത്. വരവിനേക്കാൾ ചെലവുകൾ കൂടുതലായിരിക്കും. അത് കറക്റ്റ് ആട്ടോ. എനിക്ക് വരവിപ്പോ ഇല്ല, ചെലവേ ഉള്ളൂ. മേലധികാരികളുടെ സഹകരണം ഉണ്ടാകും. എന്റെ മേലധികാരി ആരാ? എനിക്ക് എന്റെ മേലിൽ ആരുമില്ല. സഹപ്രവർത്തകരിൽ നിന്നും സഹായം ലഭിക്കും. അതാരാ? ഇതൊക്കെ ആരും ഉദ്ദേശിച്ച പറയണേ. അന്യ സംസ്ഥാനത്ത് പോയി പഠിക്കുന്നവർക്ക് പഠനത്തിൽ അശ്രദ്ധ വന്നേക്കാം. ഞാൻ പഠിക്കാനേ പോകുന്നില്ലല്ലോ. എന്നാലും മൊത്തം നെഗറ്റീവ് ആട്ടോ എഴുതി വെച്ചേക്കുന്നേ. ഇതെനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. എന്റെ നാളിനെ പറ്റിയിട്ട് ഇങ്ങനെയൊന്നും പറയാൻ സമ്മതിക്കത്തില്ല കേട്ടോ. മര്യാദക്ക് ഇത് തിരുത്തി എഴുതിയിട്ട് നാളെ നല്ലത് വെച്ച് പോയി എഴുതി വെച്ചോ. നീ പഠിക്കാൻ പോ. ഞാനോ? എനിക്കോ പഠിക്കാൻ പറ്റില്ല. അതിന് എനിക്കിപ്പോ അതിനുള്ള പ്രായം, ഞാൻ മൂത്താപ്പയായി. അതിനിപ്പോ ഡിഗ്രി പഠിക്കാൻ പോണം. ഡിഗ്രി എപ്പോ വേണമെങ്കിലും പഠിക്കാം. അതെനിക്കറിയാം. പഠിക്കാം. എനിക്ക് +2 ഇല്ല. +2? അതിന് 10ാം ക്ലാസ് ഉണ്ടോ? 10ാം ക്ലാസ് ഇല്ല. ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടോ? അതുമില്ല. റേഷൻ കടയിൽ നിന്ന് അരിയും മണ്ണെണ്ണയൊക്കെ തരുന്നുണ്ടോ? അത് റേഷൻ അത് കിട്ടുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോ നല്ല വിശക്കുന്നുണ്ട്. അമ്മ പോയിട്ട് കാപ്പി എന്തെങ്കിലും ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഞാൻ പുറത്ത് പോയി മേടിച്ചോണ്ട് വരാം. ഇനിയിപ്പം എഫേർട്ടൊന്നും എടുക്കണ്ട. ഉറക്കൊക്കെ ഒഴിഞ്ഞിരിക്കുകയല്ലേ ഗൈസ്, അതുകൊണ്ട് പുറത്തുനിന്ന് വേണം മേടിച്ചു തരാം. ഉണ്ടാക്കുമോ? കാര്യമായി. ഓക്കെ, ഒരു 7-8 മണിയാകുമ്പോഴത്തേനും വരാം ഗൈസ്. ഓക്കെ, ബൈ. ഹേ ഗൈസ്, സമയം ഏതാണ്ട് 11 മണി ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. 9:30 വരെയൊക്കെ ബോധം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ നേരെ എഡിറ്റ് ചെയ്യാനിട്ട് റൂമിൽ പോയി. എനിക്ക് ഉറക്കവും കൂടി ഇല്ലാത്തതുകൊണ്ട് എനിക്കെന്തോ, ഞാൻ ബെഡ് കണ്ടപ്പോൾ ഞാൻ കിടന്നുപോയി. കിടന്നുറങ്ങിപ്പോയി ഗൈസ്, ഉറങ്ങിപ്പോയി. ഞാൻ എന്തൊക്കെയോ പ്രതീക്ഷിച്ചായിരുന്നു. ഞാൻ ഒരു 12 മണി വരെയൊക്കെ കഴിഞ്ഞും ഇരിക്കാന്നൊക്കെ ഞാൻ വിചാരിച്ചായിരുന്നു രാത്രി. പക്ഷെ ഒന്നും നടന്നില്ല. ബെഡ് കണ്ടത് എൻ്റെ കിളി പോയി. ഇതാണ്ട് ഇവിടെ അടുത്ത ഒരാളും കൂടി ഇരിപ്പുണ്ട്. പോയി, അത് ഉറങ്ങി. അമ്മയുടെ കിളി പോയി കേട്ടോ. നീ കൂടെ ഇരുന്നെങ്കിൽ ഞാൻ ഉറങ്ങത്തില്ലായിരുന്നു. അതെ, ഞാൻ മേല് പോയതാണ് എല്ലാത്തിനും കാരണം. സംസാരിച്ചിരുന്നിരുന്നെങ്കിൽ ഉറക്കം വരത്തില്ല. എന്നാലും അമ്മയ്ക്കൊരു ചെറിയ പ്രോത്സാഹന സമ്മാനം ഞാൻ എന്തായാലും കൊടുക്കുന്നതാണ്. ഓക്കെ, അത്രയല്ലേ ഉള്ളൂ. എന്നാലും നല്ലൊരു ചലഞ്ച് ആയിരുന്നു, നല്ല രസമായിരുന്നു ഗൈസ്. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ ഒരു വീഡിയോ. ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഗൈസ് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പം വ്യൂവേഴ്സ് കൂടുന്നുണ്ട്, എങ്കിൽ കൂടിയും നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി ഇതുള്ള വെറൈറ്റി വീഡിയോ ആയിട്ടാണെന്ന് പറയും. ബൈ.